ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നവംബർ 10-11 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. ഉടൻ വരുന്ന LGS എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LGS റാങ്ക് ഫയൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. അപ്പോൾ ഒറ്റ വോളിയത്തിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ഉടൻ തന്നെ ഈ ഒരു റാങ്ക് ഫയൽ സ്വന്തമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. PSC എക്സാമുകളിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് SCRT സിലബസ്. അപ്പോൾ ഈ SCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തി ടാലന്റ് അക്കാദമി അറിവിടം SCRT ബുക്കുകൾ പുറത്തിറക്കിയിട്ടുണ്ട്. ഇത് സയൻസിന്റെ, അതായത് നമുക്ക് ഭൗതികശാസ്ത്രം, ജീവശാസ്ത്രം, രസതന്ത്രം എന്നിവ ഉൾപ്പെടെയുള്ള സയൻസിന്റെ ബുക്കും ഇത് സോഷ്യൽ സയൻസിന്റെ ബുക്കുമാണ്. ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന, ധനതത്വശാസ്ത്രം, പൗരധർമ്മം എന്നിവയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഈ ബുക്കുകൾ നിങ്ങൾക്കിപ്പോൾ ഓൺലൈനായും പർച്ചേസ് ചെയ്യാവുന്നതാണ്. ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയും ഓർഡർ ചെയ്യാവുന്നതാണ്. ഇത് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയും ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ബുക്കുകൾ സ്വന്തമാക്കുക, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2025 നവംബറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, K. ജയകുമാർ ആണ്. ആരാണ്? K. ജയകുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. 2025 നവംബറിലാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് നടന്നത്. ഏത് പോസ്റ്റിലേക്കാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നമ്മൾ ഓർത്ത് വെക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട്. ദേവസ്വം മന്ത്രി എന്താണ്? നമ്മുടെ ദേവസ്വം മന്ത്രി ആരാണ്? VN വാസവനാണ് അല്ലെ? VN വാസവനാണ് എന്താണ് ദേവസ്വം മന്ത്രി. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്ക്, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് 2025 നവംബറിൽ നിയമിതനായത് ആരാണ്? K. ജയകുമാർ ആണ്. ഇനി ഒരു പുരസ്കാരമാണ് നമ്മൾ നോക്കുന്നത്. സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം 2025. അപ്പോൾ പുരസ്കാരത്തിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്. ഭിന്നശേഷി വിഭാഗത്തിന് സഹായങ്ങൾ നൽകുന്ന അല്ലെങ്കിൽ ഉപകാരപ്രദമാവുന്ന രീതിയിൽ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം നോക്കുന്ന കാറ്റഗറി ജില്ലാ പഞ്ചായത്താണ്. എന്താണ്? ജില്ലാ പഞ്ചായത്താണ്. അതായത് ഈ ഒരു പ്രവർത്തനത്തിൽ മികച്ച ജില്ലാ പഞ്ചായത്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ്. എന്താണ്? കാസർഗോഡ് ജില്ലാ പഞ്ചായത്താണ് എന്താണ് സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം 2025 മികച്ച ജില്ലാ പഞ്ചായത്തിനുള്ള പുരസ്കാരം നേടുന്നത്. അതേപോലെ ഇനി നമ്മൾ നോക്കുന്നത് ജില്ലാ ഭരണകൂടമാണ്. എന്താണ്? ജില്ലാ ഭരണകൂടമാണ്. അതിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് മലപ്പുറം ജില്ലാ ഭരണകൂടത്തിനാണ്. അപ്പോൾ രണ്ടും രണ്ട് കാറ്റഗറിയാണ്. ആദ്യം നമ്മൾ നോക്കിയത് ജില്ലാ പഞ്ചായത്താണ്, ഇതെന്താണ്? ജില്ലാ ഭരണകൂടമാണ്. അപ്പോൾ മികച്ച ജില്ലാ ഭരണകൂടത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നത് മലപ്പുറത്തിനാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള പുരസ്കാരം നേടുന്നത് 2 ഗ്രാമപഞ്ചായത്തുകളാണ്. ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. വേലൂർ ഗ്രാമപഞ്ചായത്തും അതേപോലെ വിളയൂർ ഗ്രാമപഞ്ചായത്തും. രണ്ടും ഏകദേശം നമുക്ക് എന്താണ് കണക്ട് ചെയ്ത് പെട്ടെന്ന് പഠിക്കാൻ പറ്റുന്നതാണ്. ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. വേലൂരും അതേപോലെ വിളയൂരുമാണ്. അപ്പോൾ വേലൂർ ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിലുള്ള ഗ്രാമപഞ്ചായത്താണ് എന്താണ് വേലൂർ എന്ന് പറയുന്നത്. അതേപോലെ വിളയൂർ എന്താണ്? പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് വിളയൂർ. അപ്പോൾ ഈ 2 ഗ്രാമപഞ്ചായത്തുകളാണ് മികച്ച ഗ്രാമപഞ്ചായത്തുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. എല്ലാ വർഷവും ഈ ഒരു പുരസ്കാരം ചർച്ച ചെയ്യുമ്പോൾ പിന്നെയും കുറച്ചധികം പോയിന്റുകൾ ഉണ്ടായിരുന്നു. ഈ വർഷം എന്തായാലും നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഈ 3 പോയിന്റുകളാണ്. അപ്പോൾ ജില്ലാ പഞ്ചായത്ത് കാസർഗോഡാണ്, ജില്ലാ ഭരണകൂടം മലപ്പുറമാണ്, ഗ്രാമപഞ്ചായത്തുകൾ വേലൂരും അതേപോലെ വിളയൂരുമാണ്. ഇനി ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്നുള്ള ആ ഒരു പുസ്തകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ട് 100 വർഷം തികയുകയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, എന്താണ് പാവങ്ങൾ എന്നുള്ള രചന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ട് 100 വർഷം തികയുകയാണ്. ഇനി പാവങ്ങൾ എന്നുള്ള ഈ ഒരു രചന ആരാണ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത്? അത് നാലപ്പാട്ട് നാരായണ മേനോനാണ്. അപ്പോൾ ഈ ഒരു വിവർത്തനം ചെയ്തതിന്റെ 100ാമത് വർഷമാണിത്. അതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഒരു നെല്ലിനമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അടുത്തിടെ മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച നെല്ലിനമാണിത്. അതിന്റെ പേര് ഓർത്തു വെക്കാം, ആദ്യ എന്നാണ്. എന്താണ്? ആദ്യ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് നമുക്ക് ഓർത്തു വെക്കാം. എന്താണ്? ആരാണ് വികസിപ്പിച്ചത്? മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രമാണ് വികസിപ്പിച്ചത്. അപ്പോൾ ഇതൊരു സങ്കര ഇനം വിത്തിനമാണ് അല്ലെങ്കിൽ നെല്ലിനമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇതിന്റെ മുഴുവൻ പേര് വരുന്നത് KAU. എന്താണ്? KAU MO 24
എന്നാണ്. എന്താണ്? MO24 എന്നാണ്. KAU ആദ്യ MO24 എന്നുള്ളതാണ് ഫുൾ നെയിം വരുന്നത്, മുഴുവൻ പേര് വരുന്നത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ആദ്യ MO24 എന്നുള്ളതാണ് പൂർണ്ണരൂപം. അപ്പോൾ ഈ പേരിന്റെ ഫുൾ നെയിം എന്താണെന്ന് എന്തായാലും പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രമാണ് ഇത് വികസിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു സങ്കര ഇനം നെല്ലിനമാണെന്നുള്ള കാര്യവും നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് സങ്കര ഇനം നെല്ലിനമാണെങ്കിൽ ഏതൊക്കെ വിത്തുകൾ ചേർന്നാണ് ഇത് രൂപീകരിച്ചത് അല്ലെങ്കിൽ വികസിപ്പിച്ചത് എന്നുള്ള കാര്യം നമുക്ക് ഓർത്ത് വെക്കാം. നമുക്കറിയാമല്ലേ, ഉമ എന്നുള്ള നെല്ലിനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേപോലെ ഉമയും തവളക്കണ്ണൻ എന്നുള്ള ഈ രണ്ട് വിത്തിനങ്ങൾ ചേർന്നിട്ടാണ് എന്താണ് ആദ്യ എന്നുള്ള ഈ ഒരു വിത്തിനത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഉമ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? നമ്മുടെ കർഷകർ, അതായത് കേരളത്തിലുള്ള ഒരു 75% കർഷകരും ഉപയോഗിക്കുന്ന ഒരു നെൽവിത്തിനമാണ് ഉമ എന്നുള്ളത്. അതേപോലെ മറ്റൊരു നാടൻ നെൽവിത്തിനമാണ് തവളക്കണ്ണൻ എന്നുള്ളത്. ഇവ രണ്ടും കൂടി ചേർത്തിട്ടാണ് ഈ പുതിയതായിട്ടുള്ള ആദ്യ എന്നുള്ള സങ്കര ഇനം വിത്തിനം വികസിപ്പിച്ചിരിക്കുന്നത്. ഈ വിത്തിനത്തിന് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടിയുണ്ട്. അതായത് ആദ്യഘട്ടത്തിൽ, വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ നേരിയ തോതിൽ വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാൻ കഴിയാൻ ശേഷിയുള്ള ഒരു വിത്തിനമാണിത്. മാത്രമല്ല മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ച ആദ്യത്തെ വെളുത്ത അരിയോട് കൂടിയിട്ടുള്ള നെല്ലിനം കൂടിയാണിത്. അപ്പോൾ നെല്ലിനത്തിന്റെ പേരെന്താന്ന് നമ്മൾ പറഞ്ഞു? ആദ്യ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി ആരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, P പ്രസാദ് ആണ്. എന്താണ്? കൃഷി വകുപ്പ് മന്ത്രി. അപ്പോൾ ഓർത്ത് വെക്കുക, ഒരു നെല്ലിനമാണ് നമ്മൾ നോക്കിയത്. മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രമാണ് ഈ ഒരു നെല്ലിനം ആദ്യ എന്നുള്ള ഈ ഒരു നെല്ലിനം വികസിപ്പിച്ചത്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. 56ാമത് IFFIയുടെ ഉദ്ഘാടന ചിത്രം ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ദി ബ്ലൂ ട്രെയിൻ എന്നുള്ള ചിത്രമാണ്. എന്താണ്? ദി ബ്ലൂ ട്രെയിൻ എന്നുള്ള ചിത്രമാണ് 56ാമത് IFFIയുടെ ഉദ്ഘാടന ചിത്രം എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. ഇനി ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് ആരാണ്? ഗബ്രിയേൽ മാസ്കാരോയാണ്. ആരാണ്? ഗബ്രിയേൽ മാസ്കാരോയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. ഇനി എല്ലാ വർഷവും IFFI നടക്കുന്നത് എവിടെയാണെന്ന് നമുക്കറിയാം, ഗോവയിലാണ് അല്ലേ? ഗോവയിലാണ് എല്ലാ വർഷവും ഈ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഇന്ത്യയാണ് 56ാമതാണ് ഇനി നടക്കാൻ പോകുന്നത്. അതിന്റെ ഉദ്ഘാടന ചിത്രമാണ് നമ്മൾ നോക്കിയത്. ദി ബ്ലൂ ട്രെയിൻ എന്നുള്ളതാണ് ഉദ്ഘാടന ചിത്രം. ഇനി ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ജൂറി അധ്യക്ഷൻ ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. രാകേഷ് ഓം പ്രകാശ് മെഹ്റയാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ 56ാമത് IFFIയുടെ ജൂറി അധ്യക്ഷൻ. ഇനി മറ്റൊരു ചിത്രവുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത്. പ്രശസ്ത ഗായകൻ മൈക്കിൾ ജാക്സന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രം ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, മൈക്കിൾ എന്നുള്ള ചിത്രമാണ്. എന്താണ്? മൈക്കിൾ എന്നുള്ള ചിത്രമാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. ആരുടെ ജീവിതത്തെ ആസ്പദമാക്കിയിട്ടുള്ള സിനിമയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രശസ്ത ഗായകനായിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ അദ്ദേഹത്തിന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചിത്രമാണിത്. അതിൽ പ്രധാന വേഷം അണിയുന്നത് അദ്ദേഹത്തിന്റെ അനന്തരവനായിട്ടുള്ള ജാഫർ ജാക്സൺ ആണ്. ആ പോയിന്റ് കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു സിനിമയുടെ ട്രെയിലർ അടുത്തിടെ പുറത്തിറങ്ങുകയുണ്ടായി. വളരെ അധികം വ്യൂവേഴ്സ് റെക്കോർഡ് കൂടിയിട്ടാണ് ഈ ഒരു ട്രെയിലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ അത്രയും അധികം പ്രശസ്തി നേടിയിരിക്കുകയാണ് ഇതിനോടകം തന്നെ ഈ ഒരു ചിത്രം. അപ്പോൾ ചിത്രം ഏതാണെന്ന് ഓർത്തു വെക്കുക, മൈക്കിൾ എന്നുള്ള സിനിമയാണ്. മൈക്കിൾ ജാക്സന്റെ ജീവിതം പ്രമേയമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ പുറത്തിറങ്ങുന്നത്. ഇനി ഒരു മലയാള ചിത്രവുമായി ബന്ധപ്പെട്ട പോയിന്റ് നമുക്ക് നോക്കാം. ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന മലയാള ചിത്രം ഏതെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ബ്രഹ്മയുഗം എന്നുള്ള ചിത്രമാണ്. അപ്പോൾ ബ്രഹ്മയുഗം എന്നുള്ള ഈ ഒരു മലയാള സിനിമയാണ് എന്താണെന്ന് ഓർത്ത് വെക്കുക. എവിടെയാണ്? ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിലാണ് പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ സംവിധായകൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, രാഹുൽ സദാശിവനാണ് ഈ ഒരു സിനിമയുടെ സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ സിനിമ ഏതാണെന്ന് ഓർത്ത് വെക്കുക, ബ്രഹ്മയുഗം എന്നുള്ള ചിത്രമാണ്. ഇന്ത്യയിൽ നിന്നും തന്നെ ഈ ഒരു പ്രദർശനത്തിലേക്ക് ഇപ്പോൾ പ്രദർശിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന ഒരേ ഒരു ചിത്രമാണ് എന്താണ്? ബ്രഹ്മയുഗം എന്നുള്ള ഈ ഒരു ചിത്രം. വേർ ദി ഫോറസ്റ്റ് മീറ്റ്സ് ദി സീ എന്നുള്ള വിഭാഗത്തിലാണ് ചിത്രം പ്രദർശിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുന്നത്. ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിലാണ് പ്രദർശിപ്പിക്കാൻ പോകുന്നത്. അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. പക്ഷിപ്പനി വ്യാപനം തടയുന്നതിനായി അടുത്തിടെ ഒട്ടക പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യം ഏതെന്നാണ്. അപ്പോൾ കാനഡയിലാണ് എന്താണ് ഒട്ടക പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവിടെ ഉണ്ടായ പക്ഷിപ്പനി ഏതാണ്? H5N1 എന്നുള്ള പക്ഷിപ്പനി തടയുന്നതിന് വേണ്ടിയിട്ടാണ്, അതിന്റെ വ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് തടയുന്നതിനായിട്ട് ഒട്ടക പക്ഷികളെ അധികം ഒട്ടക പക്ഷികളെ അവിടെ കൊന്നൊടുക്കേണ്ടി വന്നു. ഏത് രാജ്യത്താണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക, കാനഡയിലാണ്. ഇനി ഒരു വാക്കുമായി ബന്ധപ്പെട്ട ഒരു വേർഡുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൊളിൻസ് ഡിക്ഷണറി 2025 മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് വാക്കെന്നാണ്? വൈബ് കോഡിംഗ് എന്നുള്ള വാക്കാണ്. എന്താണ്? വൈബ് കോഡിംഗ് എന്നുള്ള വാക്കാണ് കൊളിൻസ് ഡിക്ഷണറി വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്.
അപ്പോൾ ടെസ്ലയിലെ AI-യുടെ ഡയറക്ടറും അതേപോലെ ഓപ്പൺ AI-യുടെ സ്ഥാപക എഞ്ചിനീയറുമായിട്ടുള്ള ആൻഡ്രേജ് കാർപ്പതി, ആരാണ്? ആൻഡ്രേജ് കാർപ്പതിയാണ് ഈ ഒരു വേർഡ് പ്രചാരത്തിലാക്കിയത്. അപ്പോൾ ഓർത്തു വെക്കുക, ഏത് വാക്കാണ്? വൈബ് കോഡിംഗ് എന്നുള്ള വാക്കാണ്. അത് ആരാണ് പ്രചാരത്തിലാക്കിയത്? പ്രചാരത്തിൽ കൊണ്ടുവന്നത് ആരാണ്? ആൻഡ്രേജ് കാർപ്പതിയാണ്. അദ്ദേഹം ആരാണെന്ന് ഓർത്തു വെക്കുക, ടെസ്ലയിലെ AI-യുടെ മുൻ ഡയറക്ടറും അതേപോലെ ഓപ്പൺ AI-യുടെ സ്ഥാപക എഞ്ചിനീയറുമാണ് അദ്ദേഹം. വേർഡ് ഏതാണെന്ന് ഓർത്തു വെക്കുക, വൈബ് കോഡിംഗ് എന്നുള്ള വേർഡാണ്. ഈ വേർഡാണ് കോളിൻസ് ഡിക്ഷണറി 2025 മികച്ച വാക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പലിനെ നമുക്ക് പരിചയപ്പെടാം. കപ്പലിന്റെ പേര് ഇതാണ്, ഫുജിയാൻ എന്നാണ്. എന്താണ്? ഫുജിയാൻ എന്നാണ് കപ്പലിന്റെ പേര്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം ഏത് രാജ്യം പുറത്തിറക്കിയതായിരിക്കും. ചൈന പുറത്തിറക്കിയതാണ്. എന്താണ്? ചൈന നിർമ്മിച്ചിട്ടുള്ളതാണ്. ചൈന കമ്മീഷൻ ചെയ്തിട്ടുള്ള ഒരു കപ്പലാണ് എന്താണ്? ഫുജിയാൻ എന്നുള്ള കപ്പല്. അടുത്തിടെ ചൈന തദ്ദേശീയമായി നിർമ്മിച്ച ഒരു വാഹിനി കപ്പലാണ്. എന്താണ്? ഒരു വിമാനവാഹിനി കപ്പലാണ് എന്താണ്? ഫുജിയാൻ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മാത്രമല്ല വൈദ്യുത കാന്തിക കാറ്റപ്പൾട്ടുകൾ ഘടിപ്പിച്ചിട്ടുള്ള അത്യാധുനിക യുദ്ധ കപ്പൽ കൂടിയാണ് ഫുജിയാൻ. അപ്പോൾ ഏത് രാജ്യമാണ് നിർമ്മിച്ച് കമ്മീഷൻ ചെയ്തതെന്ന് ഓർത്തു വെക്കുക, ചൈനയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയ രാജ്യം ഏതെന്നാണ്? സ്വീഡനാണ്. എന്താണ്? സ്വീഡനാണ് ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? ലോകത്തിലെ തന്നെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്. ഈ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. എന്താണ്? നമുക്കറിയാമല്ലേ, UPI പേയ്മെന്റുകൾ ഇന്ത്യയിലുള്ളതുപോലെ ക്യാഷ്ലെസ് ആയിട്ട് എന്താ നമുക്ക് ഫിസിക്കലായിട്ടുള്ള മണി ഒഴിവാക്കിക്കൊണ്ടുള്ള സൊസൈറ്റി രൂപീകരിച്ചിരിക്കുകയാണ് സ്വീഡൻ. അപ്പോൾ ഈ ഒരു അത്യാധുനിക, അതായത് ഈ ഒരു ഓൺലൈൻ പേയ്മെന്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വഴിയിട്ടാണ് സ്വീഡൻ ഈ ഒരു കാര്യം സാധ്യമാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓർത്തു വെക്കുക, ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയ രാജ്യം ഏതാണ്? സ്വീഡനാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, അടുത്തിടെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് നിരോധിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ്? ഡെൻമാർക്കാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എത്ര വയസ്സിന് താഴെയുള്ളതാണ്? 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് നിരോധിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തിടെയാണ് ഡെൻമാർക്ക് ഈ ഒരു നിരോധനം തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓസ്ട്രേലിയ ഇതേപോലെ ചില സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്താണ് കുട്ടികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. അപ്പോൾ ആ പോയിന്റിന്റെ കൂടെ ഇതുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഡെൻമാർക്കും ഇത്തരത്തിലൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. നമുക്കറിയാമല്ലേ, അമിതമായിട്ട് സോഷ്യൽ മീഡിയകളിൽ കുട്ടികൾ അഡിക്റ്റ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നത്. ഇനി ഒരു ഓപ്പറേഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഓപ്പറേഷൻ പിമ്പിൾ. എന്താണ് ഓപ്പറേഷൻ പിമ്പിൾ എന്നുള്ള ഒരു ഓപ്പറേഷനാണ്. എന്താണെന്ന് നോക്കാം. ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടിയാണ് എന്താണ്? ഓപ്പറേഷൻ പിമ്പിൾ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ എന്താണ്? കുപ്വാരയിലാണെന്ന് നമ്മൾ പറഞ്ഞു. നിയന്ത്രണ രേഖയ്ക്ക് അടുത്തായിട്ട് ഭീകരർ ഒളിച്ചിരിക്കുന്നു എന്നുള്ള രഹസ്യ വിവരത്തെ തുടർന്നാണ് എന്താണ് നമ്മുടെ സൈന്യം ഇങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ പരിശോധന ഏർപ്പെടുത്തിയത്. അപ്പോൾ എന്താണ് ഓപ്പറേഷന്റെ പേര്? ഓപ്പറേഷൻ പിമ്പിൾ എന്നാണ്. ജമ്മു കാശ്മീരിലാണ് നടത്തിയത്. ജമ്മു കാശ്മീരിലെ കുപ്വാരയിലാണ് സൈന്യം ഈ ഒരു നടപടി സ്വീകരിച്ചത്. ഉടൻ തന്നെ വരുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫെയിൽ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെ ബെസ്റ്റ് സെല്ലറായിട്ട് നിൽക്കുന്ന ഈ ഒരു റാങ്ക് ഫെയിൽ നിങ്ങൾക്കും ഉപകാരപ്പെടും, ഉറപ്പാണ്. 3 വോളിയങ്ങളായിട്ടാണ് റാങ്ക് ഫെയിൽ ലഭ്യമാവുന്നത്. SCRT NCRT പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. PQസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 1600 രൂപയാണ് ഒറിജിനൽ പ്രൈസ് വരുന്നത്. 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമാവുന്നതാണ്. ഉടൻ തന്നെ ഈ ഒരു ബുക്ക് കരസ്ഥമാക്കാൻ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു, 2025 നവംബറിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി നിയമിതനായത് ആരെന്നാണ്? K. ജയകുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു, സംസ്ഥാന ഭിന്നശേഷി പുരസ്കാരം 2025 ആണ്. ഇതിൽ 3 കാറ്റഗറികളാണ് നമ്മൾ നോക്കിയത്. ജില്ലാ പഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കാസർഗോഡാണ്. അതേപോലെ മികച്ച ജില്ലാ ഭരണകൂടമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മലപ്പുറമാണ്. മികച്ച ഗ്രാമപഞ്ചായത്തുകളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് വേലൂരും അതേപോലെ വിളയൂരുമാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. എന്താണ്? വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്നുള്ള ആ ഒരു രചന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ട് 100 വർഷം ആവുകയായിരുന്നു. ഈ ഒരു രചന മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? നാലപ്പാട്ട് നാരായണ മേനോനാണ്. അപ്പോൾ ഈ ഒരു വിവർത്തനത്തിന് 100 വർഷമായിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് പുതിയ ഒരു നെല്ലിനം വികസിപ്പിച്ച കാര്യമായിരുന്നു. ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് വികസിപ്പിച്ചത്? മങ്കൊമ്പ് MS സ്വാമിനാഥൻ നെല്ല് ഗവേഷണ കേന്ദ്രമാണ് വികസിപ്പിച്ചത്. ഈ
ഒരു വിത്തിനത്തിന്റെ ഈ ഒരു നെല്ലിനത്തിന്റെ പേര് ഓർത്തു വെക്കുക. ആദ്യ എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. ഉമയും അതേപോലെ തവളക്കണ്ണൻ എന്നീ ഇനങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് ആദ്യ എന്നുള്ള ഈ ഒരു പുതിയ ഇനം നെല്ലിനം വികസിപ്പിച്ചിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ നോക്കിയത് 56ാമത് IFFIയുടെ ഉദ്ഘാടന ചിത്രം ഏതെന്നാണ്. ദി ബ്ലൂ ട്രെയിൻ എന്നുള്ളതാണ് ഈ ഒരു ഫിലിം ഫെസ്റ്റിവലിന്റെ ഉദ്ഘാടന ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ്? ഗോവയാണ് എല്ലാ വർഷവും വേദിയായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് നോക്കിയ മറ്റൊരു ചിത്രമായിരുന്നു മൈക്കിൾ എന്നുള്ള ചിത്രം. മൈക്കിൾ ജാക്സന്റെ, പ്രശസ്ത ഗായകനായിട്ടുള്ള മൈക്കിൾ ജാക്സന്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ സിനിമയാണ് മൈക്കിൾ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ അനന്തരവനായിട്ടുള്ള ജാഫർ ജാക്സൺ ആണ് ഈ ഒരു സിനിമയിൽ പ്രധാന വേഷം ചെയ്യുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു മലയാള ചിത്രത്തെ കുറിച്ചുള്ള പോയിന്റ് ആയിരുന്നു. ലോസ് ഏഞ്ചൽസിലെ ഓസ്കാർ അക്കാദമി മ്യൂസിയത്തിൽ പ്രദർശിപ്പിക്കാൻ ഒരുങ്ങുന്ന മലയാള ചിത്രം ഏതെന്നാണ്. ബ്രഹ്മയുഗം എന്നുള്ള ചിത്രമാണ്. ചിത്രത്തിന്റെ സംവിധായകൻ രാഹുൽ സദാശിവനാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഇന്ത്യയിൽ നിന്നും ഒരേ ഒരു സിനിമയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. സിനിമ ഏതാണ്? ബ്രഹ്മയുഗം എന്നുള്ള ചിത്രമാണ്. അത് കഴിഞ്ഞ് നോക്കിയത് കാനഡയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു. പക്ഷിപ്പനി വ്യാപനം തടയുന്നതിനായി അടുത്തിടെ ഒട്ടക പക്ഷികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കിയ രാജ്യം ഏതാണ്? കാനഡയാണ്. അപ്പോൾ H5N1 എന്നുള്ള പക്ഷിപ്പനിയാണ് അവിടെ പടർന്നു പിടിച്ചത്. ഇതിനെ തുടർന്നാണ് ഒട്ടക പക്ഷികളെ കൊന്നൊടുക്കിയത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു വാക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. കോളിൻസ് ഡിക്ഷണറി 2025 മികച്ച വാക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ഏത് വാക്കായിരുന്നു? വൈബ് കോഡിംഗ് എന്നുള്ള വാക്കായിരുന്നു. അപ്പോൾ ഈ ഒരു വേർഡാണ് കോളിൻസ് ഡിക്ഷണറി 2025 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തത്. ശേഷം നമ്മൾ നോക്കിയത് അടുത്തിടെ ചൈന തദ്ദേശീയമായി നിർമ്മിച്ച വിമാന വാഹിനി കപ്പൽ ഏതെന്നാണ്. ഫുജിയാൻ എന്നുള്ള കപ്പലാണ്. ഏത് രാജ്യമാണ് നിർമ്മിച്ചത്? ചൈനയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയ രാജ്യം ഏതെന്നാണ്. സ്വീഡനാണ് ലോകത്തിലെ ആദ്യത്തെ ക്യാഷ്ലെസ് സൊസൈറ്റി ആയിട്ടുള്ള രാജ്യം. ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് ഒരു ഓപ്പറേഷൻ ആയിരുന്നു. ഓപ്പറേഷൻ പിമ്പിൾ എന്നുള്ളതായിരുന്നു. എന്താണ് ഓപ്പറേഷൻ പിമ്പിൾ? ജമ്മു കാശ്മീരിലെ കുപ്വാരയിൽ അടുത്തിടെ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ പിമ്പിൾ. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം എന്നാണ്. കേരളത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ റെയിൽവേ സ്റ്റേഷനുകളിലും ട്രെയിനുകളിലും ആരംഭിച്ച പരിശോധന ഏതെന്നാണ്. ഓപ്ഷൻ എ ഓപ്പറേഷൻ രക്ഷിത, ഓപ്ഷൻ ബി ഓപ്പറേഷൻ ക്ലീൻ വീൽസ്, ഓപ്ഷൻ സി ഓപ്പറേഷൻ ഹണ്ട്, ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സ്ക്വാഡ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്. നയതന്ത്ര പരിശീലന സ്ഥാപനങ്ങൾ തമ്മിലുള്ള സഹകരണത്തിന് ഇന്ത്യയുമായി അടുത്തിടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. ഓപ്ഷൻ എ UK, ഓപ്ഷൻ ബി ഫ്രാൻസ്, ഓപ്ഷൻ സി റഷ്യ, ഓപ്ഷൻ ഡി ഇക്വഡോർ. ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2025 സംസ്ഥാന ശാസ്ത്രോത്സവത്തിന്റെ വേദി എവിടെയെന്നായിരുന്നു ചോദ്യം. ശരി ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. പാലക്കാടാണ് ശാസ്ത്രോത്സവത്തിന്റെ വേദിയായിരുന്നത്. അതേപോലെ കായികോത്സവത്തിന്റെ വേദി എവിടെയായിരുന്നു? തിരുവനന്തപുരമാണ്. ഇനി 64ാമത് സ്കൂൾ കലോത്സവം നടക്കുന്നത് എവിടെ വെച്ചാണ്? തൃശ്ശൂരിൽ വെച്ചാണ്. രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്രം മ്യൂസിയം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്. ഓർത്തുവെക്കുക, ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഛത്തീസ്ഗഡിലാണ് ഈ ഒരു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഡിജിറ്റൽ ഗോത്രം മ്യൂസിയം ഉദ്ഘാടനം ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.